2020 കോൺഗ്രസ് വിട്ട് BJP പാളയത്തിൽ ചേക്കേറിയ ജ്യോതിരാദിത്യ സിന്ധ്യ മിടുക്കനായ ഭരണകർത്താവാണ്, ഇപ്പോൾ കേന്ദ്ര മന്ത്രിയുമാണ്. അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരികെ വരുമെന്ന അഭ്യൂഹമാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ചയാകുന്നത്. സോഷ്യൽ മീഡിയയിലെ ആളുകൾ പറയുന്നു, ആരാധകർ പറയുന്നു, കോൺഗ്രസ് അണികൾ പറയുന്നു, ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസിലേക്ക് മടങ്ങി വരുന്നു. അതിന് ഉപോത്ബലകമായി അവർ കാണിക്കുന്ന ഒരു ചിത്രമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഭരണഘടന നമ്മുടെ അഭിമാനം എന്നൊരു പരിപാടി പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ നടന്നിരുന്നു. ഭരണഘടനയുടെ വാർഷികം ആഘോഷിക്കുന്ന ആ സമയത്ത് നമ്മുടെ ഭരണഘടന നമ്മുടെ അഭിമാനം എന്ന പരിപാടി പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ നടന്നു. അപ്പോൾ അവിടേക്ക് ജ്യോതിരാദിത്യ സിന്ധ്യ കടന്നു വരുന്നു. പ്രതിപക്ഷ നേതാവ് സാക്ഷാൽ രാഹുൽ ഗാന്ധി ജ്യോതിരാദിത്യ സിന്ധ്യയെ കാണുന്നു. ഉടനെ തന്നെ ഹസ്തദാനം കൊടുക്കുന്നു, സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. ഇത് കണ്ടുനിന്ന ഭരണമുന്നണിയിലെ ആളുകൾക്കും അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ കോൺഗ്രസ് നേതാക്കൾക്കുമൊക്കെ ഭയങ്കര അതിശയം. എന്താണ്, ഇവർ തമ്മിൽ ഇങ്ങനെ മിണ്ടുമോ? ഇവർ തമ്മിൽ പിണക്കത്തിലായിരുന്നില്ലേ? കഴിഞ്ഞ 4 വർഷമായി ശീതസമരത്തിലായിരുന്നു, മിണ്ടാട്ടമില്ലായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യയും രാഹുൽ ഗാന്ധിയും. അത് പോരാഞ്ഞിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മധ്യപ്രദേശിലെ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി ജ്യോതിരാദിത്യ സിന്ധ്യയെ പൊളിച്ചടിക്കിയത് നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിച്ചില്ലേ? പൊളിച്ചടുക്കി ജ്യോതിരാദിത്യ സിന്ധ്യയെ എന്ന് പറഞ്ഞു. ചമ്പൽ മേഖലയിലെയും അതുപോലെ തന്നെ ഗോളിയർ മേഖലയിലെയും ജനങ്ങളെ ഒറ്റുകൊടുത്ത നേതാവാണ് ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന് പ്രിയങ്ക ഗാന്ധി വിളിച്ചു പറഞ്ഞു. ചമ്പൽ ഗോളിയർ മേഖലകളിലെ സാധാരണക്കാരായ ആളുകളെ ഒറ്റുകൊടുത്ത നേതാവാണ് ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന് പ്രിയങ്ക വിമർശിച്ചിരുന്നു മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ. അങ്ങനെ കോൺഗ്രസിന്റെ വിമർശന മുനയിൽ നിൽക്കുന്ന ജ്യോതിരാദിത്യ സിന്ധ്യയെ രാഹുൽ ഗാന്ധി ഹസ്തദാനം ചെയ്ത് സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. ഇതാണ് സോഷ്യൽ മീഡിയയിലെ സംശയത്തിന്റെ പ്രധാന ആധാരം. ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസിലേക്ക് മാറുന്നു. കാരണം BJPയിൽ സ്നേഹമില്ല, BJPയിൽ മോദിക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ മോദിയുടെ മുട്ടിന് മുകളിലേക്ക് വളരാൻ ആർക്കും അനുവാദമില്ല. മോദിയാണെല്ലാം, സർവം മോദിമയം. പിന്നെ അമിത്ഷായുടെ വിഷമമിക്കുന്ന വാക്കുകൾ, മുസ്ലിം വിരോധം, അങ്ങനെയൊക്കെ വരുമ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് അവിടെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? കാരണം ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കുടുംബമൊക്കെ കോൺഗ്രസുമായി അടുത്ത് ബന്ധമുള്ളവരാണ്. രാഹുൽ ഗാന്ധിയും ജ്യോതിരാദിത്യ സിന്ധ്യയും ഏകദേശം സമപ്രായക്കാരാണ്. ഇവർ ഒരുമിച്ചാണ് വളർന്നതും കളിച്ചതും. ഇവർ അത്രമാത്രം തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. വളരെ സൗഹൃദത്തിലായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യയും രാഹുൽ ഗാന്ധിയും 2020 വരെ. 2020 രാഷ്ട്രീയ കാറ്റിൽ ജ്യോതിരാദിത്യ സിന്ധ്യ BJPയിലേക്ക് പോയി എന്നത് വാസ്തവം തന്നെ. പക്ഷേ ഈ 2 നേതാക്കളെയും ഉയർത്തിക്കാട്ടി, സച്ചിൻ പൈലറ്റ് കൂടിയുണ്ട്, സച്ചിൻ പൈലറ്റ് ഇപ്പോഴും കോൺഗ്രസിൽ തന്നെയാണ്. ഈ നേതാക്കളെ ഉയർത്തിക്കാട്ടിയാണ് യുവാക്കളെ കോൺഗ്രസ് ആകർഷിച്ചിരുന്നത്. നിങ്ങളുടെ രാഹുൽ ഗാന്ധി, ജ്യോതിരാദിത്യ സിന്ധ്യ, സച്ചിൻ പൈലറ്റ് അങ്ങനെയുള്ള ആളുകളായിരുന്നു കോൺഗ്രസിൻ്റെ യുവത്വത്തിൻ്റെ മുഖം. അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ പെട്ടെന്ന് അവിടെ നിന്ന് BJP പാളയത്തിലേക്ക് പോകുന്നത്. BJP പാളയത്തിൽ പോയ ശേഷം രാഹുൽ ഗാന്ധിയുമായോ പ്രിയങ്ക ഗാന്ധിയുമായോ സോണിയാഗാന്ധിയുമായോ കോൺഗ്രസ്സുകാരുമായോ ഒന്നും ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് അത്ര സൗഹൃദമോ മെച്ചപ്പെട്ട ഊഷ്മളമായ ബന്ധമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും എന്ന തരത്തിൽ തന്നെയായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യ മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടന്ന നമ്മുടെ ഭരണഘടന നമ്മുടെ അഭിമാനം എന്ന പരിപാടിയിൽ രണ്ടുപേരും ഒരുമിച്ച് കാണുകയും ഹസ്തദാനം ചെയ്യുകയും ചെയ്തപ്പോൾ നേതാക്കളും അതുപോലെ തന്നെ അണികളും സംശയിക്കുന്നുണ്ട്, ജ്യോതിരാദിത്യ സിന്ധ്യ രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പിലേക്ക് മടങ്ങി വരുമോ? മടങ്ങി വന്നാൽ അത് കൃത്യമായുള്ള തിരിച്ചടിയായിരിക്കും BJPക്ക് നൽകുന്നത്. കാരണം അതൊരു വലിയ സൗഹൃദമായിരിക്കും. അത് കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറെ ബലം പകരുന്ന കൂട്ടുകെട്ടുമായിരിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല.